അങ്ങനെ നളൻ ദമയന്തിയെ ആ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അവൾ വഴിയിൽ കണ്ട താപസന്മാരോടൊക്കെ ചോദിച്ചു. നളനെ ദമയന്തി കണ്ടെത്തുമെന്ന് തന്നെ താപസന്മാർ പറഞ്ഞു. ഇതവളിൽ ഒരു നവചൈതന്യം തന്നെ സൃഷ്ടിച്ചു. അവൾ വീണ്ടും നളനെ തേടി നടക്കുന്ന കൂട്ടത്തിൽ ഒരു നദിക്കരയിലെത്തി. അവിടെ വൃദ്ധന്മാരും യുവാക്കളും യുവതികളും ബാലികാ ബാലന്മാരും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹത്തെ ദമയന്തി കണ്ടു. അതൊരു സാർത്ഥവാഹക സംഘമായിരുന്നു. വിശ്വമോഹിനിയായ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കാട്ടിൽ കണ്ടപ്പോൾ അവർ രക്ഷയോ മറ്റോ ആണെന്ന് തെറ്റിദ്ധരിച്ച് സംഘത്തിലുണ്ടായിരുന്നവൾ ആദ്യം ഭയപ്പെട്ടു. ദമയന്തി അവളുടെ ചരിത്രമെല്ലാം അവരോട് പറഞ്ഞപ്പോൾ അവർക്കവളിൽ അനുകമ്പ തോന്നി. അവർ കച്ചവടത്തിനായി ചേരി രാജ്യത്തിലെത്തി. ഒപ്പം ദമയന്തിയും ഉണ്ടായിരുന്നു. കീറത്തുണിയെടുത്ത് അഴിഞ്ഞുലഞ്ഞ മുടിയുമായി ഉന്മത്തയെപ്പോലെ നടന്നിരുന്ന ദമയന്തിയെ കണ്ടപ്പോൾ തെരുവു പിള്ളേർ കൗതുകത്തോടെ അവളെ പിന്തുടർന്നു. അവൾ കൊട്ടാരത്തിന് മുൻവശത്തുള്ള വീതിയിൽ കൂടി പോകുമ്പോൾ കൊട്ടാര മാളികയുടെ മട്ടുപ്പാവിൽ നിന്നിരുന്ന രാജ്ഞി അവളെ കാണുവാനിടയായി. അവർ ഒരു ദാസിയെ അയച്ച് ദമയന്തിയെ അവരുടെ അടുത്തേക്ക് വരുത്തി. ദമയന്തിയെ അടുത്ത് കണ്ടപ്പോൾ ബാഹ്യമായി പ്രാകൃത വേഷമണിഞ്ഞിരുന്നവളാണെങ്കിലും ആന്തരികമായി കുലീനത്വം നിറഞ്ഞ ഒരു സ്ത്രീയാണ് അവളെന്ന് രാജ്ഞിക്ക് തോന്നി. രാജ്ഞി അവളുടെ വിവരങ്ങൾ തിരക്കി. നളന്റെ ഭാര്യയായ ദമയന്തിയാണ് താനെന്ന കാര്യം ഒളിച്ചു വെച്ചിട്ട് അവൾ പറഞ്ഞു. ഭർത്താവിനെ സേവിക്കുകയും അദ്ദേഹത്തിന്റെ സുഖദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുകൊള്ളുകയും ചെയ്യുന്ന ഒരു കുലീനയാണ് ഞാൻ. എന്റെ ഭർത്താവ് നിർഭാഗ്യവശാൽ ചൂതുകളിയിൽ തോറ്റ് എല്ലാം നഷ്ടപ്പെട്ട് കാട് കയറി. ഞാനും അദ്ദേഹത്തെ അനുഗമിച്ചു. കാട്ടിൽ വെച്ച് ഞങ്ങൾ യാദൃശ്ചികമായി പിരിഞ്ഞു. എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കണ്ടുകിട്ടിയില്ല. അലഞ്ഞു തിരിഞ്ഞ് ഞാനിവിടെ ചേർന്നതാണ്. ഗദ്ഗദത്തോടെ വിലപിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ ദമയന്തിയോട് രാജ്ഞിക്ക് സഹതാപം തോന്നി. അവളുടെ ഭർത്താവിനെ തിരിഞ്ഞുപിടിക്കുവാൻ ഭൃത്യന്മാരെ അയക്കണമെന്നും അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നതുവരെ അവൾ രാജകൊട്ടാരത്തിൽ താമസിക്കണമെന്നും രാജ്ഞി നിർദ്ദേശിച്ചു. ദമയന്തി രാജ്ഞിയുടെ നിർദ്ദേശം സ്വീകരിച്ചു. എന്നിട്ട് ദമയന്തി രാജ്ഞിയോടായി പറഞ്ഞു, അല്ലയോ രാജ്ഞി, എന്നോട് അവിടുന്ന് കാണിക്കുന്ന കരുണയ്ക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ചില വ്യവസ്ഥകൾ പ്രകാരം മാത്രമേ എനിക്കിവിടെ താമസിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആരുടെയും ഉച്ഛിഷ്ടം ഭുജിക്കുകയോ കാൽ കഴുകുകയോ ചെയ്യില്ല. എന്റെ ഭർത്താവിനെ അന്വേഷിക്കുവാൻ വിടുന്ന പുരുഷനോടല്ലാതെ മറ്റൊരു പുരുഷനോടും ഞാൻ സംസാരിക്കുകയില്ല. എന്റെ മാനം കെടുത്തുന്നതിന് ഏതെങ്കിലും പുരുഷന്മാർ ശ്രമിച്ചാൽ അവർ ആര് തന്നെയായാലും അവന് കടുത്ത ശിക്ഷ നൽകണം. ഈ വ്യവസ്ഥകൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ താമസിച്ചു കൊള്ളാം. ദമയന്തിയുടെ വ്യവസ്ഥകൾ ശ്ലാഘ്യമാണെന്ന് പറഞ്ഞ് അതെല്ലാം സമ്മതിച്ച് അവളെ കൊട്ടാരത്തിൽ താമസിപ്പിക്കുവാൻ തീരുമാനിച്ചു. രാജ്ഞി മകളായ സുനന്ദയെ വിളിച്ച് ദമയന്തിയെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ തോഴിയായി കൂടെ താമസിക്കുവാൻ ഏർപ്പാട് ചെയ്തു. ദമയന്തിയെ തനിച്ചു വിട്ടിട്ട് ഓടിപ്പോയ നളൻ കുറെ ദൂരെ ചെന്നപ്പോൾ കാട്ടിന്റെ ഒരു ഭാഗത്ത് ഭയങ്കരമായി തീ കത്തുന്നത് കണ്ടു. അപ്പോൾ പുണ്യവാനായ നള ഓടിവരൂ, എന്നെ രക്ഷിക്കൂ, ഓടിവരൂ എന്നൊരു ദീനരോദനം നളൻ കേട്ടു. തീയുടെ മധ്യത്തിൽ നിന്നായിരുന്നു ആ ശബ്ദം പൊന്തി വന്നത്. അഗ്നിഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള നളൻ നിർഭയം തീയുടെ മധ്യത്തിൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. അവിടെ ഭയങ്കരമായ ഒരു സർപ്പം കിടക്കുന്നതും കണ്ടു. ആ സർപ്പമായിരുന്നു നളനെ വിളിച്ചു കരഞ്ഞത്. സർപ്പം പറഞ്ഞു, ഞാൻ നാഗരാജാവായ കാർക്കോടകനാണ്. നാരദ മഹർഷിയെ ഞാൻ വഞ്ചിക്കുകയുണ്ടായി. അനങ്ങാൻ പാടില്ലാത്തവണ്ണം നീ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് അദ്ദേഹം എന്നെ ശപിച്ചു. ഞാൻ ശാപമോക്ഷത്തിനു വേണ്ടി കേണപേക്ഷിച്ചപ്പോൾ നളൻ വന്ന് നിന്നെ എടുക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം കിട്ടുമെന്ന് മഹർഷി എന്നെ അറിയിച്ചു. ഞാൻ എൻ്റെ ആകൃതി അങ്ങക്കെടുക്കത്തക്കവണ്ണം ചെറുതാക്കാം. എന്നെ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി രക്ഷിക്കൂ. ചെറുതായി രൂപം പ്രാപിച്ച കാർക്കോടകനെയും അവനെ എടുത്തുകൊണ്ട് നളൻ തീയില്ലാത്ത സ്ഥലത്തു വന്നു. അപ്പോൾ സർപ്പം പറഞ്ഞു, രാജാവേ, അങ്ങ് കാലടികൾ എണ്ണിക്കൊണ്ട് അല്പദൂരം നടക്കുക. നളൻ എണ്ണിക്കൊണ്ട് പാദങ്ങൾ മുന്നോട്ട് വെച്ചു. 10ാമത്തെ അടി വെച്ചപ്പോൾ കാർക്കോടകൻ നളനെ ദംശിച്ചു. കടിയേറ്റ ഉടൻ നളൻ ആകെ മാറിപ്പോയി. അവന്റെ നിറം കറുത്തു, നീളം കുറഞ്ഞ കുറിയവനായി. ആകെ വികൃത രൂപിയായി തീർന്ന നളൻ അത്ഭുതപ്പെട്ട് വിഷണ്ണനായി നിന്നുപോയി. നളന്റെ തോളിൽ നിന്ന് താഴേക്ക് ചാടിയ കാർക്കോടകൻ സ്വന്തം രൂപം കൈക്കൊണ്ടിട്ട് നളനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങയെ കടിച്ചത്. ഈ വികൃത രൂപത്തിലാക്കിയത്. അങ്ങയുടെ ശരീരത്തിൽ കലി വ്യാപിച്ചിട്ടുണ്ട്.
എന്റെ വിഷം അവനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അവൻ അന്യെ വിട്ടു പോകുന്നതുവരെ വിഷബാധയേറ്റ് വിഷമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങ് അയോധ്യയിൽ പോയി ഋതുപർണ രാജാവിന്റെ സാരഥിയായി കൂടുക. അശ്വവിദ്യയിൽ അജയനായ അങ്ങയ്ക്ക് അക്ഷവിദഗ്ധനായ അരജനിൽ നിന്ന് എല്ലാവിധ സഹായങ്ങളും ലഭിക്കും. അശ്വവിദ്യ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ട് പകരമായി അക്ഷവിദ്യ അങ്ങ് കരസ്ഥമാക്കുക. അങ്ങയ്ക്ക് നഷ്ടപ്പെട്ട രാജ്യവും സമ്പത്തും തിരിച്ചെടുത്ത് ദമയന്തിയോടും കൂടി അങ്ങ് സുഖമായി വാഴും. തൽക്കാലം അങ്ങ് ബാഹുകൻ എന്ന പേര് സ്വീകരിക്കുക. അങ്ങയ്ക്ക് സ്വന്തം രൂപം എപ്പോൾ വേണമെന്ന് തോന്നുന്നുവോ അപ്പോൾ ഞാൻ തരുന്ന ഈ വസ്ത്രം ധരിക്കുക. അങ്ങയുടെ വികൃതവേഷം മാറി പഴയ രൂപം ലഭിക്കും. ഇപ്രകാരം പറഞ്ഞിട്ട് ആ പന്നകേന്ദ്രൻ 2 വസ്ത്രങ്ങൾ നളന് നൽകി അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി. നളൻ അയോധ്യയിലെത്തി ഋതുപർണനെ കണ്ടു. നളൻ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, എൻ്റെ പേർ ബാഹുകൻ എന്നാണ്. ഞാനൊരു സാരഥിയാണ്. കുതിരകളെ മറ്റാരും ഓടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എനിക്ക് ഓടിക്കുവാൻ കഴിയും. കൂടാതെ ഏറ്റവും രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള സാമർഥ്യവും എനിക്കുണ്ട്. ഞാൻ അങ്ങയെ സേവിക്കുന്നതിന് ആഗ്രഹിക്കുന്നു, അനുവദിച്ചാലും. ഋതുപർണൻ നളനെ പരീക്ഷിച്ചു. അവൻ പറഞ്ഞ 2 കാര്യങ്ങളിലും അവൻ അതീവ വിദഗ്ധനാണെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. ശീഘ്രയാത്ര നടത്തുന്നതിൽ ഏറ്റവും തൽപരനായ രാജാവ് നളനെ കൊട്ടാരത്തിലെ അശ്വനായകനായി നിയമിച്ചു. സാരഥി വാർഷണനെയും കൊട്ടാരത്തിലെ അശ്വങ്ങളുടെ സൂക്ഷിപ്പുകാരനായ ജീവലനും നളന്റെ കീഴിൽ ജോലി ചെയ്യുന്നതിന് ഏർപ്പാട് ചെയ്തു. നളൻ എപ്പോഴും ദമയന്തിയെപ്പറ്റിയായിരുന്നു വിചാരം. അവൾ ഘോരവനത്തിൽ വെച്ച് മരിച്ചോ അതോ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഏകാന്തതയിലിരുന്ന് അവൻ നെടുവേർപ്പെടുമായിരുന്നു. ദമയന്തിയെ കണ്ടെത്തുമെന്ന് കാർക്കോടകൻ പറഞ്ഞതോർത്ത് അപ്പോഴൊക്കെ അവൻ സമാശ്വസിച്ചു. എങ്കിലും ദമയന്തിയെപ്പറ്റി എപ്പോഴും ഓർത്തുകൊണ്ട് നളൻ അയോധ്യയിൽ അജ്ഞാതനായി പാർത്തു വന്നു. എല്ലാം നഷ്ടപ്പെട്ട് നളനും ദമയന്തിയും കാടുകേറിയ വൃത്താന്തം പറഞ്ഞപ്പോൾ വിദർഭ രാജാവായ ഭീമൻ അവരെ അന്വേഷിച്ച് നാനാദിക്കിലേക്കും ആളുകളെ അയച്ചു. ആ കൂട്ടത്തിൽ സുദേവൻ എന്നൊരു ബ്രാഹ്മണൻ ചേതി രാജ്യത്തിലെത്തി. അവിടെ രാജമന്ദിരത്തിൽ വെച്ച് രാജാവിന്റെ പ്രാർത്ഥനാ സമയത്ത് രാജകുമാരി സുനന്ദയോടൊപ്പം നിന്നിരുന്ന ദമയന്തിയെ സുദേവൻ കണ്ടുമുട്ടി. സുദേവൻ ദമയന്തിയെ സമീപിച്ചു പറഞ്ഞു, അല്ലയോ ദമയന്തി, ഞാൻ ഭവതിയുടെ സഹോദരന്റെ സുഹൃത്തായ സുദേവനാണ്. ഞാൻ ഭവതിയെ തിരഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ഇവിടെ എത്തിയതാണ്. ഭവതിയുടെ അച്ഛനമ്മമാരും കുട്ടികളും സൗഖ്യമായിരിക്കുന്നു. അവരെല്ലാവരും ഭവതിയെപ്പറ്റി എപ്പോഴും ചിന്തിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സുദേവനെ ദമയന്തിക്കും മനസ്സിലായി. അച്ഛനമ്മമാരെപ്പറ്റിയും തൻ്റെ കുട്ടികളെപ്പറ്റിയും വിശദ വിവരങ്ങൾ അവൾ ആരാഞ്ഞു. അവൾ പൊട്ടിക്കരഞ്ഞു. അവൾ കരയുന്നത് കണ്ട് സുനന്ദയും കണ്ണീർ വാർത്തു. ഒരു ബ്രാഹ്മണനോട് വർത്തമാനം പറഞ്ഞ് ദമയന്തി വിലപിച്ച വിവരം രാജകുമാരി രാജ്ഞിയെ അറിയിച്ചു. അവർ ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് കാര്യം തിരക്കി. അപ്പോൾ സുദേവൻ ദമയന്തിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും രാജ്ഞിയെ അറിയിച്ചു. രാജ്ഞി ദമയന്തിയുടെ അടുത്തെത്തി അവളെ വാത്സല്യത്തോടെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, മകളെ, നീ എന്തുകൊണ്ടാണ് നിന്റെ യഥാർത്ഥ വിവരങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒളിച്ചുവെച്ചത്? ഞാൻ നിന്റെ അമ്മയുടെ അനുജത്തിയാണ്. എന്റെയും നിന്റെ അമ്മയുടെയും വിവാഹം ഞങ്ങളുടെ അച്ഛനായ ദശാർണ രാജാവ് സുധാമാവ് ഒരുമിച്ചാണ് നടത്തിയത്. ചേച്ചി വിദർഭ രാജാവായ ഭീമന്റെ പത്നിയായപ്പോൾ ഞാൻ ചേതി രാജാവായ വീരബാഹുവിന്റെ പത്നിയായി. നിന്നെ പ്രസവിച്ചത് അച്ഛന്റെ കൊട്ടാരത്തിൽ വെച്ചായിരുന്നു. അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ഇത്രയും നാൾ ഇവിടെ സുനന്ദയുടെ തോഴിയായിട്ടാണല്ലോ നീ കഴിച്ചുകൂട്ടിയത്. ഇത് നിന്റെ വീട് തന്നെയാണ്. ദമയന്തി വിനയാത്വന്യായി പറഞ്ഞു, ചെറിയമ്മേ, എന്റെ വിവരങ്ങൾ ഒളിച്ചു വെച്ചതിൽ ക്ഷമിക്കണം. എന്നെ നിങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും എന്നോട് എത്രമാത്രം സ്നേഹമാണ് നിങ്ങൾ തന്നത്. ഇവിടുത്തെ വാസം എനിക്ക് ഏറ്റവും സുഖകരമായിരുന്നു. ഞാൻ വീട് വിട്ടിട്ട് വളരെ നാളുകളായല്ലോ. ഇനിയും എന്നെ വിദർഭയിലേക്ക് പോകുവാൻ അനുവദിക്കുക. ദമയന്തിയെ സൈന്യങ്ങളുടെ അകമ്പടിയോടെ പല്ലക്കിൽ കയറ്റി വിദർഭയിലേക്ക് അയച്ചു. ദമയന്തിയെ കണ്ടപ്പോൾ അച്ഛനമ്മമാരും കുട്ടികളും വളരെയധികം ആഹ്ലാദിച്ചു. എന്നാൽ നളനെ പറ്റിയുള്ള ചിന്ത മൂലം ദമയന്തി ദുഃഖിതയായിരുന്നു. അവൾ അമ്മയോട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നളനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അമ്മ ഈ വിവരം അച്ഛനെ അറിയിച്ചു. ഭീമരാജാവ് തന്റെ ആൾക്കാരെ നാനാ രാജ്യങ്ങളിലേക്കും നളനെ തേടിപ്പോകുവാൻ ഏർപ്പാട് ചെയ്തു. അവർ യാത്രയുടെ വിവരം അറിയുവാൻ ദമയന്തിയുടെ അടുത്തു വന്നപ്പോൾ ദമയന്തി പറഞ്ഞു,
നിങ്ങൾ നളനെ അന്വേഷിച്ച് ചെല്ലുന്നിടത്തൊക്കെ ജനങ്ങൾ കേൾക്കെ ഇങ്ങനെ പാടണം: കാട്ടിൽ കിടന്നുറങ്ങിയിടുന്ന കാന്തയെ വിട്ടുപിരിഞ്ഞു നീ എങ്ങുപോയി, എത്തും പിടിയുമില്ലാത്ത കഥനത്തി ആക്കിയിരുന്നൊരു കരയ്ക്കു കയറ്റാൻ, എത്തുക വേഗം കനിയൂകി പാവത്തിൽ ഉത്തമനായുള്ള പ്രാണനാഥ. ഇത് കേൾക്കുന്നവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായതായി കണ്ടാൽ അയാളുടെ വിവരങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കണം. ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ഇപ്രകാരം പാടിയതെന്ന് ആരും അറിയുകയും ചെയ്യരുത്. ഭൈമിയുടെ നിർദ്ദേശവും കേട്ടുകൊണ്ട് ബ്രാഹ്മണന്മാർ നളനെ തേടി നാനാദിക്കിലേക്കും പോയി. പോയവരൊക്കെ ഓരോരുത്തരായി മടങ്ങിയെത്തി. അവർക്കാർക്കും നളനെപ്പറ്റി ഒരു വിവരവും ലഭിച്ചില്ല. അങ്ങനെയിരിക്കെ പർണാദൻ എന്നൊരു ബ്രാഹ്മണനും നളനെ അന്വേഷിച്ചു പോയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഋതുപർണന്റെ സദസ്സിൽ പ്രവേശനം ലഭിച്ച അയാൾ അവിടെ വെച്ച് ഈ പാട്ടുപാടി. ആരിലും ഒരു പ്രതികരണവും കണ്ടില്ല. പർണാദൻ രാജസദസ്സ് വിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഈ പാട്ട് കേട്ട ബാഹുകൻ അയാളെ പിന്തുടർന്നു. ഒരു വിജന സ്ഥലത്തെത്തിയപ്പോൾ ബാഹുകൻ ബ്രാഹ്മണനോട് പറഞ്ഞു: നിങ്ങൾ പാടിയ പാട്ട് ഞാൻ കേട്ടു. കാനനത്തിൽ വെച്ച് ഭാര്യ ഉപേക്ഷിച്ചത് മനസ്സോടുകൂടി ആയിരിക്കുകയില്ല. കുലസ്ത്രീകളായ പതിവ്രതകൾ അതൊക്കെ പൊറുക്കും. അവൾക്കൊരു ദോഷവും ഉണ്ടാവുകയില്ല. അവൾ ഭർത്താവിനോട് ക്ഷമിക്കണം. ആ ഭർത്താവും അതോർത്ത് ദുഃഖിക്കുന്നുണ്ടാവും. ഇത് പറയുമ്പോൾ ബാഹുകന്റെ മുഖത്ത് ദുഃഖം നിഴലിക്കുന്നത് പർണാദൻ കണ്ടു. അവൻ ബാഹുകനെ പറ്റി അന്വേഷിച്ചു. വിരൂപിയും കുള്ളനുമായ അയാൾ ഋതുപർണന്റെ അശ്വപാലകനാണെന്നും തേരോടിക്കുന്നതിൽ വിദഗ്ധനാണെന്നും കൂടാതെ ഏറ്റവും സ്വാദിഷ്ടമായ വിധത്തിൽ പാചകം ചെയ്യാൻ കഴിവുള്ളവനാണെന്നും പർണാദൻ മനസ്സിലാക്കി. പർണാദൻ വിദർഭയിൽ മടങ്ങിയെത്തി ദമയന്തിയോട് ഈ വിവരങ്ങളെല്ലാം അറിയിച്ചിട്ട് പറഞ്ഞു: അയാൾ ഭയങ്കര വിരൂപിയാണ്. എനിക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വെറുപ്പാണ് തോന്നിയത്. പക്ഷെ അയാൾ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ അയാൾക്ക് നളനെപ്പറ്റി എന്തോ അറിയാമെന്ന് എനിക്ക് തോന്നി. ദമയന്തി ചിന്തയിലാണ്ടു. നളൻ അശ്വതത്വജ്ഞനാണ്. യമന്റെയും വഗ്നിയുടെയും വരുണന്റെയും വരങ്ങൾ ലഭിച്ചിട്ടുള്ളവനാണ്. പാചകകലയിൽ വൈദഗ്ധ്യം നേടിയിട്ടുമുണ്ട്. പക്ഷെ ബാഹുകൻ വിരൂപിയാണെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോൾ ആളെ അറിയിക്കാതിരിക്കുവാനായി സ്വന്തം വേഷം മറച്ച് വിരൂപതനായി തീർന്നിരിക്കുമോ? എന്നാലും എങ്ങനെ കുള്ളനായി? ഏതായാലും വിശദമായി അന്വേഷിക്കുക തന്നെ. ഇപ്രകാരം ആലോചിച്ചിട്ട് തീരുമാനിച്ച് ദമയന്തി അമ്മയുടെ അടുത്തെത്തി. പർണാദൻ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം നളനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേപ്പറ്റി കൂടുതലായി അന്വേഷിക്കണം. അച്ഛൻ ഇപ്പോൾ ഒന്നും അറിയണ്ട. ഞാൻ സുദേവനെ അയോധ്യയിലേക്ക് അയക്കുകയാണ്. അമ്മ സമ്മതിച്ചു. ദമയന്തി സുദേവനെ വിളിച്ചു പറഞ്ഞു: നിങ്ങൾ പക്ഷിവേഗത്തിൽ അയോധ്യയിൽ എത്തണം. ഋതുപർണനെ കണ്ട് നാളെ ദമയന്തിയുടെ 2ാം സ്വയംവരമാണെന്നും ഋതുപർണൻ നിശ്ചയമായും അതിൽ സംബന്ധിക്കണമെന്നും അദ്ദേഹത്തെ അറിയിക്കണം. സുദേവൻ അയോധ്യയിലെത്തി. ഋതുപർണനെ കണ്ട് പറഞ്ഞു: ദമയന്തിക്ക് പുനർസ്വയംവരം നിശ്ചയിച്ച് വേണ്ടാതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിശ്ചയിച്ചിരിക്കുന്ന മുഹൂർത്തം നാളെയാണ്. ഭവാനും അതിൽ പങ്കുകൊള്ളുന്നത് നല്ലതാണ്. സ്വയംവരത്തിന് പോകുവാൻ രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം ബാഹുവിനെ വിളിച്ചു പറഞ്ഞു: ബാഹുക, നീ അശ്വദക്ഷനാണല്ലോ. ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് വിദർഭയിലെത്തണം. നാളെ ദമയന്തിയുടെ സ്വയംവരമാണ്. അതിൽ പങ്കുകൊള്ളണം. ഇത് കേട്ടപ്പോൾ നളന്റെ ഹൃദയം തകർന്നു. എന്ത്? ദമയന്തിയുടെ സ്വയംവരമോ? അവൾ വീണ്ടും വിവാഹിതയാവുന്നുവോ? താൻ അവളോട് ചെയ്തത് മഹാ അപരാധം തന്നെ. എങ്കിലും ഭൈമി മറ്റൊരുവനെ വിവാഹം കഴിക്കുന്നത് ക്രൂരമാണ്. ഹോ, സ്ത്രീകളുടെ സ്വഭാവം ചപലം തന്നെ. വേർപാട് മൂലം അവൾക്ക് എന്നോടുള്ള സൗഹൃദം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവൾ ഒരിക്കലും എന്നെ വിസ്മരിക്കുകയില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല. ഏതായാലും അവിടെ എത്തിയാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാമല്ലോ. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഋതുപർണന്റെ ആഗ്രഹം പോലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിദർഭയിലെത്താമെന്ന് അറിയിച്ചു. നളൻ അശ്വാലയത്തിൽ നിന്ന് 4 കുതിരകളെ തിരഞ്ഞെടുത്ത് രഥത്തിൽ പൂട്ടി രാജാവിനെയും കൊണ്ട് യാത്ര തിരിച്ചു. രഥം പുഴകളും മലകളും കാടുകളും മേടുകളും പൊയ്കകളും താണ്ടി പക്ഷിവേഗത്തിൽ വിദർഭയിലേക്ക് കുതിച്ചു. തേരിന്റെ വേഗം രാജാവിനെ അമ്പരിപ്പിച്ചു. ശ്രീകാകൃതിയിൽ എപ്പോഴും തേരിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന രാജാവിന് പോലും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഒരിക്കലും ഇത്രയും വേഗത്തിൽ അദ്ദേഹം തേരിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ രാജാവിന്റെ ഉത്തരയും കാറ്റിൽ പറന്ന് താഴെ വീണു. അതെടുത്താൽ കൊള്ളാമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ അത് വീണിടത്തു നിന്നും നിമിഷങ്ങൾക്കുള്ളിൽ അനവധി യോജന ദൂരം രഥം സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും
അതുകൊണ്ട് ഉത്തരീയം എടുക്കുന്ന കാര്യം പ്രയാസമാണെന്നും നളൻ രാജാവിനെ അറിയിച്ചു. അവരുടെ യാത്രാമധ്യേ ഫലപൂർണമായ ഒരു താനിമ മരം നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട ഉടനെ രാജാവ് പറഞ്ഞു, ഈ താനിമരത്തിൽ 5 കോടി ഇലയും 2825 കായ്കളുമുണ്ട്. ചുവട്ടിൽ വീണ് കിടക്കുന്ന കായ്കൾ അതിലുള്ളതിനേക്കാൾ 100 എണ്ണം കൂടുതലാണ്. ഇത് കേട്ടയുടനെ നളൻ ആശ്ചര്യപ്പെട്ടു. രഥം നിർത്തി. തനിക്കത് എണ്ണി നോക്കി ബോധ്യപ്പെടണമെന്ന് പറഞ്ഞു. നളൻ പോയി കായ്കൾ എണ്ണി നോക്കിയപ്പോൾ രാജാവ് പറഞ്ഞ എണ്ണം ശരിയാണെന്ന് കണ്ടു. നളൻ തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. അതിൻ്റെ ചുവട്ടിൽ 2195 കായ്കൾ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിൽക്കുന്ന കായ്കളുടെ എണ്ണവും ഇലകളുടെ എണ്ണവും അങ്ങ് പറഞ്ഞത് ശരിയാവണം. അങ്ങയുടെ ഗണന സാമർത്ഥ്യം അത്ഭുതം തന്നെ. ഭവാൻ ഈ വിദ്യ എനിക്ക് ഉപദേശിച്ച് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാജാവ് പറഞ്ഞു, എനിക്ക് ഗുണനവിദ്യ മാത്രമല്ല, അക്ഷഹൃദയ വിദ്യവും നന്നായിട്ടറിയാം. നളൻ ഇത് കേട്ട് പറഞ്ഞു, എങ്കിൽ അശ്വഹൃദയ മന്ത്രം ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം. പകരമായി അക്ഷഹൃദയ വിദ്യ അങ്ങ് എനിക്ക് ഉപദേശിച്ചു തരണം. രാജാവ് ഉടൻ തന്നെ അക്ഷഹൃദയ വിദ്യ നളന് ഉപദേശിച്ചു കൊടുത്തു. അശ്വഹൃദയ വിദ്യ പിന്നീട് സൗകര്യം പോലെ നളനിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. നളൻ അക്ഷഹൃദയം ഗ്രഹിച്ചയുടനെ അവനെ ബാധിച്ചിരുന്ന കലി കാർക്കോടക വിഷം ഛർദ്ദിച്ച് പുറത്തേക്ക് ചാടി. കലിയെ കണ്ട് ക്രുദ്ധനായി ശപിക്കുവാൻ ഭാവിച്ച നളനോട് കലി അപേക്ഷിച്ചു, എന്നോട് പൊറുക്കണമേ, ക്ഷമാശീലനായ അങ്ങ് കോപമടക്കണമേ. കാർക്കോടകൻ കഴിച്ച അന്നു മുതൽ ഞാൻ വിഷബാധയേറ്റ് എരിപരി കൊള്ളുകയായിരുന്നു. ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എന്നെ ശപിക്കാതെ വെറുതെ വിട്ടാൽ ഭവാനെ കീർത്തനം ചൊല്ലുന്ന മനുഷ്യർക്ക് കലിബാധ ഉണ്ടാവുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്യുന്നു. നളൻ അതുകൊണ്ട് കലിയെ വെറുതെ വിട്ടു. കലി അടുത്തുണ്ടായിരുന്ന താന്നിമരത്തിൽ കയറി കലി സ്പർശിച്ചതുകൊണ്ട് അന്നു മുതൽ താന്നിമരം അപ്രശസ്തമായി തീർന്നു. കലി ഒഴിഞ്ഞുപോയെങ്കിലും നളന്റെ ബാഹുകനുമായുള്ള വികൃത രൂപം അതേപടി നിലനിന്നു പോകുന്നു. നളനും കലിയുമായുള്ള സംഭാഷണമൊന്നും ഋതുപർണൻ കേൾക്കുകയുണ്ടായിരുന്നില്ല. ഋതുപർണനും നളനും യാത്ര തുടർന്നു. അവർ വിദർഭയിലെത്തി രാജധാനിയിൽ പ്രവേശിച്ചു. നളൻ തേര് നിർത്തി. രാജാവ് തേരിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി. സ്വയംവരത്തിന്റെ യാതൊരു ലക്ഷണങ്ങളും അവിടെ കണ്ടില്ല. ഇതിലെന്തോ മറിമായമുണ്ടെന്ന് കരുതി രാജാവ് സംഭ്രമിച്ചു. ഋതുപർണൻ വന്ന വിവരം അറിഞ്ഞയുടൻ ഭീമരാജാവ് പോയി അദ്ദേഹത്തിനെ യഥോചിതം സ്വീകരിച്ചു. ആഗമനത്തിന്റെ കാരണം തിരക്കി. സ്വയംവരത്തിന്റെ കാര്യം ഒന്നും പറയാതെ ഭവാനെ വന്ദിക്കുവാൻ വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് ഋതുപർണൻ തടി തപ്പി. രാജാവ് പറഞ്ഞതിനേക്കാൾ കൂടുതലായി എന്തോ കാര്യമുണ്ടെന്ന് ഭീമരാജാവ് ഊഹിച്ചെങ്കിലും അതൊക്കെ പിന്നീട് അറിയാമെന്ന് കരുതി ഋതുപർണനെ മറ്റൊരു രാജമന്ദിരത്തിലാക്കി വിശ്രമിക്കുന്നതിന് ഏർപ്പാട് ചെയ്തു. ഓരോ നിമിഷവും ഋതുപർണന്റെ വരവ് പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ദമയന്തി രാജാവ് എത്തിയെന്നറിഞ്ഞപ്പോൾ അത്യധികമായി സന്തോഷിച്ചു. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അയോധ്യയിൽ നിന്ന് ഇവിടെ എത്തണമെങ്കിൽ അശ്വഹൃദയ മന്ത്രം അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം തേർതെളിച്ചിരിക്കുന്നതും അത് നളനായിരിക്കാൻ ഇടയുണ്ടെന്നും അവൾ അനുമാനിച്ചു. ദമയന്തി ഒരു ദാസിയെ വിളിച്ചു പറഞ്ഞു, നീ ഋതുപർണ രാജാവൻ താമസിക്കുന്ന മന്ദിരത്തിൽ പോയി അദ്ദേഹത്തിന്റെ തേർതെളിച്ച സാരഥിയെ കണ്ട് പർണാദൻ പാടിയ പാട്ട് അദ്ദേഹത്തെ കേൾപ്പിക്കണം. അദ്ദേഹം അപ്പോൾ എങ്ങനെ പെരുമാറുന്നുവെന്നും എന്തു മറുപടി പറയുന്നുവെന്നും അറിഞ്ഞു വരിക. എല്ലാം ശ്രദ്ധയോടെ ചെയ്യണം. ദാസി ബാഹുകന്റെ അടുത്ത് പോയി കുശല പ്രശ്നങ്ങൾക്ക് ശേഷം പർണാദൻ പാടിയ പാട്ട് കേൾപ്പിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോൾ നളന്റെ ഹൃദയം പിടച്ചു. കണ്ണുകൾ നിറഞ്ഞു. ധാരധാരയായി കണ്ണുനീറോടിക്കി. ഗദ്ഗതത്തോടെ അവൻ പറഞ്ഞു, എത്ര വലിയ വിഷമാവസ്ഥയിൽപ്പെട്ടാലും കുലസ്ത്രീകൾ ഭർത്താക്കന്മാരോട് കോപിക്കുകയില്ല. ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന്റെ ആദിയിൽ കഴിച്ചുകൂട്ടുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ ഒരിക്കലും പരിഭവിക്കരുത്. നളന് വീണ്ടും ഒന്നു പറയുവാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ടമിടറി ദീർഘമായി നെടുവീർപ്പിട്ടുകൊണ്ട് നിലത്തിരുന്നു. ദൂതി ദമയന്തിയുടെ അടുത്തെത്തി നടന്ന വിവരമൊക്കെ ധരിപ്പിച്ചു. അപ്പോൾ ബാഹുകൻ നളൻ തന്നെയാണെന്ന് ദമയന്തിക്ക് തോന്നിയെങ്കിലും വിരൂപനായ ബാഹുകന്റെ ആകൃതി നളന്റെ കോമളകള ഭാരത്തോട് വിദൂരമായിട്ട് പോലും യോജിക്കാത്തതുകൊണ്ട് അവളുടെ മനസ്സ് പതറി. അവൾ വീണ്ടും ദൂതിയെ ബാഹുകന്റെ അടുത്തേക്കായി അയക്കുവാൻ തീരുമാനിച്ചു. അവൾ ദൂതിയോട് പറഞ്ഞു, നീ അദ്ദേഹത്തോട് ഒന്നും ചോദിക്കേണ്ട. അടുത്തു നിന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം ആവശ്യപ്പെട്ടാലും തീയോ വെള്ളമോ കൊടുക്കരുത്. അയാൾ തീയും വെള്ളവും എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാക്കി കൊണ്ടുവരണം. ദാസി വീണ്ടും ബാഹുകനെ സമീപിച്ചു. അവൾ ബാഹുകന്റെ നടപടികളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ദമയന്തിയുടെ അടുത്തെത്തി പറഞ്ഞു,
എൻ്റെ കൊച്ചമ്മേ, അദ്ദേഹം അമാനുഷികമായ ശക്തിവിശേഷങ്ങളുള്ള ആളാണ്. ഋതുപർണ രാജാവിൻ്റെ ഭോജനത്തിനായി വിശേഷിപ്പിക്കട്ട മൃഗങ്ങളുടെ മാംസം കുത്തിയെടുത്തിരുന്നല്ലോ. അവിടെ ഇരുന്ന കുടങ്ങളിലൊന്നും ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല. ആ സാരഥി അതിലേക്ക് നോക്കി എന്തോ പറഞ്ഞപ്പോൾ ഒരു കുടം വെള്ളം കൊണ്ട് അത് നിറഞ്ഞു. വെള്ളമെടുത്ത് പദാർത്ഥങ്ങളെയെല്ലാം കഴുകി വെച്ചു. അതിനുശേഷം ഒരു പിടി ഉണക്കപ്പുല്ലെടുത്ത് കയ്യിൽ പിടിച്ച് ധ്യാനിച്ചു. ഉടനെ അതിന് തീ കത്തി. തീയുടെ സ്പർശമേറ്റിട്ടും അദ്ദേഹത്തിൻ്റെ കൈ പൊള്ളിയില്ല. പിന്നെ മറ്റൊരു ആശ്ചര്യവും ഞാൻ കണ്ടു. കുറച്ച് പുഷ്പങ്ങൾ കയ്യിലെടുത്ത് തിരുമി. പുഷ്പങ്ങൾ കൂടുതൽ വികസിച്ചു. ഓ, അതിൻ്റെ മണം അവിടെയെല്ലാം വ്യാപിച്ചു. നിശ്ചയമായും അദ്ദേഹം ഒരു തേരാളിയല്ല, ദേവന്മാരെ പോലെയുള്ള ആരോ ആണ്. ദമയന്തി ഇത് കേട്ടപ്പോൾ കൂടുതൽ കുഴങ്ങി. പ്രവൃത്തിയെല്ലാം നളയേണ്ടതുപോലെ, എന്നാൽ ആകൃതിയിൽ യാതൊരു സാമ്യവുമില്ല. ഒരു പരീക്ഷണം കൂടി നടത്തുവാൻ ദമയന്തി തീരുമാനിച്ചു. ബാഹുകൻ തയ്യാറാക്കിയ മാംസക്കറിയിൽ നിന്ന് കുറച്ച് തനിക്കാണെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരുവാനായി ദാസിയെ നിയോഗിച്ചു. അവൾ അത് വാങ്ങിക്കൊണ്ടുവന്നു. ദമയന്തി രുചിച്ചു നോക്കി. ഹായ്, എന്തൊരു സ്വാദ്! നളവാചകം തന്നെ. നളനെ കൊണ്ടല്ലാതെ ഇപ്രകാരം പാകം ചെയ്യുവാൻ ആർക്കും തന്നെ സാധ്യമല്ലെന്ന നിഗമനത്തിൽ ദമയന്തി എത്തി. ദമയന്തി തന്റെ 2 കുട്ടികളെയും ദാസിയോടൊപ്പം ബാഹുകന്റെ അടുത്തേക്ക് അയച്ചു. കുട്ടികളെ കണ്ടയുടൻ ബാഹുകൻ അവരെ എടുത്ത് തന്റെ മടിയിലിരുത്തി തിരുതിരെ ചുംബിക്കുകയും എന്തൊക്കെയോ ഓർത്തീർത്ത് കരയുകയും ചെയ്തു. അവൻ പറഞ്ഞു, എനിക്ക് ഇതേ പ്രായത്തിൽ ഇതുപോലെയുള്ള 2 കുട്ടികളുണ്ട്. അതോർത്തിട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. നീ കൊട്ടാരത്തിലെ ഒരു ദാസിയല്ലേ? ഇങ്ങനെ അടിക്കടി ഇവിടെ വരരുത്. ആളുകൾ പലതും ചിന്തിക്കുകയും പറയുകയും ചെയ്യും. നീ കുട്ടികളെയും കൊണ്ട് മടങ്ങിപ്പോവുക. ദൂതി കുട്ടികളുമായി ദമയന്തിയുടെ അടുത്തെത്തി നടന്നതെല്ലാം അറിയിച്ചു. നളനുമായ രൂപസാദൃശ്യമില്ലെങ്കിലും ബാഹുകൻ നളൻ തന്നെയാണെന്ന തീരുമാനത്തിൽ ദമയന്തി എത്തി. അവൾ അമ്മയെ കണ്ട് ബാഹുകനെ പരീക്ഷിച്ച വിവരമെല്ലാം അമ്മയെ അറിയിച്ചു. അവൾ പറഞ്ഞു, അമ്മേ, അദ്ദേഹം നളൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളും നളൻ്റേതുപോലെ തന്നെയാണ്. രൂപം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും തക്ക കാരണം കാണും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തത്. ആകയാൽ ഒന്നെങ്കിൽ അദ്ദേഹത്തെ പോയി കാണുന്നതിന് എന്നെ അനുവദിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇവിടത്തേക്ക് വരുത്തണം. ഭീമരാജാവിന്റെ അനുവാദം വാങ്ങി ബാഹുകനെ ദമയന്തിയുടെ അന്തഃപുരത്തിലേക്ക് വരുത്തി. അലസമായ വസ്ത്രം ധരിച്ച് ജട പിടിച്ച കേശത്തോടെ ക്ഷീണഗാത്രനായി ദുഃഖപരവശനായി നിൽക്കുന്ന ദമയന്തിയെയാണ് നളൻ കണ്ടത്. അവൻ കുറ്റബോധത്തോടെ അവളെ നോക്കുവാൻ പോലും ധൈര്യമില്ലാതെ അവളുടെ മുന്നിൽ തലകുനിച്ചു നിന്നു. അയാളുടെ കണ്ണുകളിൽ നിന്ന് അരുവി പൊട്ടി ഒഴുകുന്നത് പോലെ അശ്രു പ്രവഹിച്ചു. കോമളകളഭാരനായ തേജസ്വിയായ നളന്റെ സ്ഥാനത്ത് വിരൂപിയും കുള്ളനുമായ ബാഹുകനെ കണ്ടപ്പോൾ ദമയന്തി പകച്ചു നിന്നുപോയി. അവളുടെ മനസ്സിലെ സമനില തെറ്റി. എന്തു പറയണമെന്നറിയാതെ അവൾ ഏതാനും നിമിഷം ബാഹുകനെ തന്നെ നിർനിമേഷമായി നോക്കി നിന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ദമയന്തി പറഞ്ഞു, അല്ലയോ ബാഹുക, എന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ ഭർത്താവായ നളന്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും അമാനുഷിക തത്വവും അങ്ങയിൽ ഞാൻ കാണുന്നു. അനുവൃതയും അനുരക്തിയും പുത്രിവ്യക്തിയുമായ എന്നെ പരിത്യജിച്ച നളനാണോ അങ്ങ്? ആരാണെന്ന് സത്യം പറയൂ. നളൻ പറഞ്ഞു, ദമയന്തി, ഞാൻ നളൻ തന്നെയാണ്. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതും നിന്നെ ഉപേക്ഷിച്ചതും ഞാൻ തന്നെ ചെയ്ത കർമ്മം കൊണ്ടല്ല. അതെല്ലാം കലി ചെയ്ത പണിയാണ്. ഇപ്പോൾ കലി എന്നെ വിട്ടുപോയിരിക്കുന്നു. ഞാൻ ഇവിടെ വന്നത് നിന്നെ ഓർത്തിട്ട് മാത്രമാണ്. എന്നാൽ നീ 2ാമത് സ്വയംവരം ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ എങ്ങനെ സഹിക്കും? ഋതുപർണ രാജാവ് അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത്. തൻ്റെ മുന്നിൽ വികൃതരൂപനായി നിൽക്കുന്ന ബാഹുകന് യഥാർത്ഥ നളനെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദമയന്തി അവൾക്കിതുവരെ ഏർപ്പെട്ട എല്ലാ ദുഃഖങ്ങളും വിസ്മരിച്ച് അവൾ ഹർഷോന്മാദത്തിൽ പുളകിതഗാത്രിയായി. അവൾ പറഞ്ഞു, പ്രാണനാഥ, 2ാം സ്വയംവരമാണെന്ന വാർത്ത ഭവാനെ ഇവിടെ വരുത്തുവാൻ വേണ്ടി ഞാൻ പ്രയോഗിച്ച സൂത്രം മാത്രമാണ്. ഭവാനല്ലാതെ ഒരു പകൽ കൊണ്ട് 100 യോജന അശ്വങ്ങളെ പായിക്കുവാൻ ആർക്ക് കഴിയും? നളൻ തന്റെ പ്രാണപ്രേയസിയെ ഉറ്റുനോക്കി. തന്നെ തന്നെ നിർനിമേഷമായി നോക്കി നിൽക്കുന്ന ദമയന്തിയുടെ കണ്ണുകളുമായി നളന്റെ കണ്ണുകൾ ഇടഞ്ഞു. 2 പേരുടെയും മുഖം ചന്ദ്രസമാനം പ്രശോഭിച്ചു. നളൻ ഉടൻ തന്നെ കാർക്കോടകനെ സ്മരിച്ചുകൊണ്ട് ദിവ്യവസ്ത്രം ധരിച്ചു. ബാഹുകന്റെ വൈരൂപ്യമില്ലാതെയായി. യഥാർത്ഥ നളന്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൻ തന്റെ പത്നിയെ മാറോടണച്ച് ആശ്ലേഷിച്ചു. ഇരുവരും ആനന്ദസാഗരത്തിൽ ആറാടി. ഇത് കണ്ടു നിന്ന രാജ്ഞിയുടെയും മറ്റുള്ളവരുടെയും കൺകളിൽ സന്തോഷബാഷ്പം നിറഞ്ഞു. രാജ്ഞി ഉടൻ തന്നെ വിവരമെല്ലാം ഭീമരാജാവിനെ അറിയിച്ചു. 4 വർഷമായി വിട്ടുപിരിഞ്ഞ നളനും ദമയന്തിയും അവരവർക്കുണ്ടായ അനുഭവങ്ങളെയെല്ലാം പരസ്പരം പറഞ്ഞ് രാത്രി കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം രാവിലെ ഇരുവരും ഭീമരാജാവിന്റെ മുന്നിലെത്തി.
അദ്ദേഹം നമസ്കരിച്ചു. അദ്ദേഹം അവരെ സമാശ്വസിപ്പിച്ചു. നളൻ ഋതുപർണന്റെ അരികിലെത്തി. അശ്വപാലകനായി തന്നോടൊപ്പം ഇത്രയും കാലം കഴിച്ചുകൂട്ടിയ ബാഹുകനാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് രാജാവിന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. തൻ്റെ യഥാർത്ഥ വിവരം അറിയിക്കാതെ വേഷപ്രച്ഛന്നനായി കഴിച്ചുകൂടുവാൻ ഇടയായതിന് നളൻ ഋതുപർണനോട് മാപ്പ് ചോദിച്ചു. ഋതുപർണൻ പറഞ്ഞു, ഞാനാണ് അങ്ങയോട് മാപ്പ് ചോദിക്കേണ്ടത്. നളമഹാരാജാവിനെ എൻ്റെ കുതിരക്കാരനാക്കിയും തേരാളിയാക്കിയും ജോലി ചെയ്യിപ്പിച്ചത് കടുംകൈയായിപ്പോയി. അങ്ങയോട് ഞാൻ ബഹുമാനമില്ലാതെ പെരുമാറിക്കാണും, അതൊക്കെ എന്നോട് ക്ഷമിക്കണം. തന്നോട് കരുണ കാണിച്ച ഋതുപർണനോട് നളൻ നന്ദി പറഞ്ഞു. അപ്പോഴേക്കും ഭീമരാജാവ് അവിടെ എത്തി. ഋതുപർണനെ വിദർഭയിലേക്ക് വരുത്തിയാനിടുവാനായ സാഹചര്യം വിവരിച്ചിട്ട് രാജാവ് പറഞ്ഞു, നളനെ കണ്ടുപിടിക്കുവാനുള്ള വ്യഗ്രതയിൽ എൻ്റെ മകൾ ഒരു 2ാം സ്വയംവര കഥ കെട്ടിച്ചമച്ചതാണ്. അങ്ങയെ അധിക്ഷേപിച്ചതായി അങ്ങ് കരുതരുത്. നാം തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു കുറവും ഉണ്ടാകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഋതുപർണൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി. നളൻ ഏതാനും ദിവസം വിദർഭയിൽ താമസിച്ചു. അതിനുശേഷം സൈന്യത്തിന്റെ അകമ്പടിയോടെ നിഷധത്തിലെത്തി. പുഷ്കരനെ ചൂതാട്ടത്തിന് വിളിച്ചു. ഋതുപർണനിൽ നിന്ന് അക്ഷവിദ്യ മനസ്സിലാക്കിയിരുന്ന നളന് പുഷ്കരനെ ചൂതിൽ നിഷ്പ്രയാസം തോൽപ്പിക്കുവാൻ കഴിഞ്ഞു. നളൻ തന്റെ നഷ്ടപ്പെട്ട രാജ്യവും വീണ്ടെടുത്തു. നളൻ പുഷ്കരനോട് പറഞ്ഞു, എടാ മൂടാ, നീ ഇപ്പോൾ എൻ്റെ ദാസനായിരിക്കുന്നു. നീ വധശിക്ഷയ്ക്ക് അർഹനാണ്. എങ്കിലും ഞാനത് ചെയ്യുന്നില്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് കലി കാരണമാണ്. അന്യൻ വരുത്തി വെച്ച ദോഷം നിന്നിൽ ആരോപിക്കുന്നില്ല. നിന്റെ പ്രാണൻ നിനക്ക് തന്നിരിക്കുന്നു. അതോടൊപ്പം നിനക്ക് മുമ്പ് ഞാൻ തന്നിരുന്നത് പോലെയുള്ള ധനവും കുടുംബാധികാര അവകാശങ്ങളും മേലിൽ അനുവദിച്ചു തരുന്നതായിരിക്കും. നീ സുഖമായി ജീവിച്ചു കൊള്ളുക. നളൻ തിരിച്ചെത്തിയ വിവരമറിഞ്ഞ് പൗരജനങ്ങൾ ആനന്ദ നൃത്തമാടി. അവർ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ഉത്സവമായി ആഘോഷിച്ചു. നളൻ ജംബുദ്വീപിലെ ഏറ്റവും ശക്തനായ രാജാവായി വാണു. അദ്ദേഹം ദമയന്തിയോട് ചേർന്ന് സസുഖം ദീർഘകാലം ജീവിച്ചു. ഈ കഥ പറഞ്ഞതിനു ശേഷം ഇങ്ങനെ പറഞ്ഞു, യുധിഷ്ഠിര മഹാരാജാവേ, ചൂതുകളിയിൽ തോറ്റ് എല്ലാം നഷ്ടപ്പെട്ട് നളൻ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ ഒരു ചെറിയ അംശം പോലും ഭവാൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങയ്ക്ക് ഭാര്യയും സഹോദരന്മാരും എപ്പോഴും തുണയായിട്ടുണ്ട്. അങ്ങയോടൊപ്പം വിജ്ഞാനമുഖ്യരായ ബ്രാഹ്മണർ വസിക്കുന്നുണ്ട്. പിന്നെന്തിനാണ് അങ്ങ് ദുഃഖിക്കുന്നത്? ഭാവിയിൽ അങ്ങയ്ക്ക് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകും. ധൈര്യമായിരിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ബൃഹദശ്വ മഹർഷി എല്ലാവരെയും ആശീർവദിച്ചിട്ട് അവരോട് യാത്ര പറഞ്ഞു പോയി. തുടരും.